കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയതും അതുല്യവുമായ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിഗ്രഹമില്ല, കൊടിമരമില്ല, ശ്രീകോവിലില്ല. എന്നിട്ടും ഭക്താരാധന മുടങ്ങാത്ത ഒരു ദിവ്യഭൂമി, ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം 1300 വർഷങ്ങൾ മുമ്പേക്ക് പോകുന്നു. പരബ്രഹ്മ ശക്തിയായ പരബ്രഹ്മത്തിന് സമർപ്പിച്ച ഒരു താന്ത്രിക ആരാധനാ കേന്ദ്രമായിരുന്നു ഇത്. ശിവനും വിഷ്ണുവും എല്ലാ ദൈവിക രൂപങ്ങളും ഒന്നാണെന്ന് ഉപനിഷത്തുകൾ പഠിപ്പിക്കുന്നു. ഈ ക്ഷേത്രത്തിൽ ആഴത്തിൽ വേരൂന്നിയ തത്വചിന്ത. പരമ്പരാഗതമായ ഒരു ഘടനയും ഇല്ല, കാരണം വിശാലമായ തുറന്ന ആകാശം തന്നെ ശ്രീകോവിലാണ്. 11 പാളികളുള്ള ശിലാവേദികൾ, കൂറ്റൻ ആൽമരങ്ങൾ, ആയിരക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥനകൾ. ഇവിടെയുള്ള ഓരോ സൂര്യോദയവും ഒരു പുതിയ ആത്മീയാനുഭവമാണ്. എന്തുകൊണ്ടാണ് ഈ ക്ഷേത്രം ഇത്ര വ്യത്യസ്തമായിരിക്കുന്നത്? കാരണം അത് വെറുമൊരു ക്ഷേത്രമല്ല, അതൊരു തത്വശാസ്ത്രമാണ്. ഇവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായ ഉത്സവം ഓച്ചിറ കളിയാണ്. 1750 കായംകുളം രാജാവും തൃശൂർ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രത്തിലെ സൈന്യവും തമ്മിൽ നടന്ന മഹായുദ്ധത്തെ അനുസ്മരിച്ചുകൊണ്ട് ചെളി നിറഞ്ഞ യുദ്ധക്കളങ്ങളിൽ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ യുദ്ധരംഗങ്ങൾ പുനരാവിഷ്കരിക്കുന്നു. പുരാതന രാജാക്കന്മാരും ഭക്തരും പിന്തുടർന്ന മറ്റൊരു പ്രധാന ആചാരമാണ് കാളകെട്ട്. ദിവ്യകാളയെ പ്രതീകപ്പെടുത്തിക്കൊണ്ട് കൂറ്റൻ തടി നിർമ്മിതികൾ ഒരുക്കി വിശുദ്ധ സ്ഥലത്ത് സമർപ്പിക്കുന്നു. 28ാം ഓണത്തിനോട് അനുബന്ധിച്ചാണ് ഈ ചടങ്ങ്. ഓച്ചിറയിലെ ഏറ്റവും പ്രശസ്തമായ ഉത്സവങ്ങളിൽ മറ്റൊന്നാണ് 12 വിളക്ക് ഉത്സവം. മലയാള മാസമായ വൃശ്ചികത്തിൽ നവംബർ-ഡിസംബർ മാസങ്ങളിൽ 12 ദിവസങ്ങളിലായി ആഘോഷിക്കുന്ന ഭക്തർ ക്ഷേത്ര പരിസരത്ത് താത്കാലിക കുടിലുകൾ സ്ഥാപിച്ചു ആത്മീയ പ്രഭാഷണങ്ങൾ, സാംസ്കാരിക പരിപാടികൾ, ഭജനകൾ എന്നിവയിൽ ഏർപ്പെടുന്നു. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം തത്വചിന്തയും പാരമ്പര്യവും സംഗമിക്കുന്ന ഒരു ദിവ്യസ്ഥലം.